ഹലോ ഓൾ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് +1 ബിസിനസ് സ്റ്റഡീസിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എക്സാം ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാലോ. അതിനപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. വെൽക്കം ബാക്ക് നിയർ ഹോം ട്യൂഷൻ. ഓക്കെ, നമുക്കിനി ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 1 നമുക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത് എന്താ വെച്ചാൽ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. എന്താണ് ബിസിനസ്, അതുപോലെ എന്താണ് ബിസിനസ് ട്രേഡ്, അതുപോലെ എന്താണ് കൊമേഴ്സ് എന്നാണ് ഉള്ളത്. ഓക്കെ, അതിൽ നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കും. അതേപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കും. അതേപോലെ ഓക്സിലറീസ് ട്രേഡിന് സഹായിക്കുന്നത് എന്തൊക്കെയാണ്, അതേപോലെ ബിസിനസ് റിസ്ക് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് ചാപ്റ്ററിൽ എന്താണെന്ന് വെച്ചാൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ ഒന്ന് സോൾ ട്രേഡർ, അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ചോദിക്കും. ദെൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, നമ്മൾ വീഡിയോ മുമ്പ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, ദെൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്നുള്ളത് ചോദിക്കും. അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ്, അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ്. ദെൻ തേർഡ് ചാപ്റ്ററിൽ വന്നിട്ട് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് ആണ് തേർഡ് ചാപ്റ്റർ. അതിൽ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സും ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതേപോലെ ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ എൻ്റർപ്രൈസസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതേപോലെ ഗോൾസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആയിട്ടുള്ള അതിൻ്റെ ഗോൾസും അച്ചീവ്മെൻറ്റ്സും ആണ് തേർഡ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് കമ്പനി എങ്ങനെയാണ് ഫോർമേഷൻ ചെയ്യുക, അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സിൻ്റെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതേപോലെ നിർബന്ധമായി പഠിക്കേണ്ടത് എന്താ വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ദെൻ ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ഓർ ചാപ്റ്റർ ഓഫ് കമ്പനി. ദെൻ ഐഡൻറ്റിഫൈ ദ ഡോക്യുമെൻ്റ്, അതേപോലെ ഡിസ്ക്രൈബ് ദ വേരിയസ് കണ്ടൻസും നിർബന്ധമായി പഠിക്കണം. നമ്മൾ 7ാമത്തെ യൂണിറ്റാണ് പറഞ്ഞത്. ഇനി 4ാമത്തേലേക്ക് പോകാം. 4ാമത്തേൽ മെയിനായിട്ട് ബിസിനസ് സർവീസാണ്, അതായത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, ടൈപ്സ് ഓഫ് വെയർ ഹൗസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ദെൻ 5th യൂണിറ്റിൽ എന്താണെന്ന് വെച്ചാൽ എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ്സിൻ്റെ എമർജിങ് മോഡ്, അതായത് ട്രഡീഷണൽ ബിസിനസ്സും ഇ ബിസിനസ്സും സ്കോപ്പ് ഓഫ് ഇ ബിസിനസ്, ഇത് രണ്ടിനും ഡിഫറൻസ് ആണ് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അത് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ് എന്തായാലും നോക്കണം. ഓക്കെ, ദെൻ 6ാമത്തെ ചാപ്റ്ററിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചാണ് 6ാമത്തെ ചാപ്റ്റർ. അതിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാണ്, അതായത് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, റീസൺസ് ഓഫ് പൊല്യൂഷൻ കൺട്രോൾ, അതൊക്കെ ജനറലായി നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഈ രണ്ടുമാണ് മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മൾ പറഞ്ഞു. 8ാമത്തെ ചാപ്റ്ററിൽ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ്, അതായത് ഇക്വിറ്റി ഷെയർസ്, ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനായിട്ടുള്ളത്. ദെൻ ചാപ്റ്റർ 9 സ്മോൾ ബിസിനസ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ട്രൈസ്, അതായത് സ്മോൾ ബിസിനസ്സും ചെറിയ പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ്സും കോട്ടേജ് ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ടാണ് പഠിക്കുക. പിന്നെ നബാർഡിനെ കുറിച്ച് നോക്കി വയ്ക്കുക, ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നബാർഡിനെ കുറിച്ചും എഴുതാം. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മെയിനായിട്ട് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ബിസിനസ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സിനെ കുറിച്ച് എന്തായാലും പഠിക്കണം. അതേപോലെ മേജർ ഡോക്യുമെൻറ്റ്സ് നീഡ്സ് ഇൻ കണക്ഷൻ വിത്ത് എക്സ്പോർട്ട് ട്രാൻസാക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 99% ഇത് തന്നെയാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഇന്ന് പഠിക്കുക.